ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാലം തെറ്റിയ കാലാവസ്ഥ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. കുഞ്ഞിലെ കണ്ട ആ വലിയ പാലത്തിൻ്റെ ഓർമ്മ അവനിലേക്ക് ഓടിയെത്തിയപ്പോൾ അവൻ പിതാവിനോട് പറഞ്ഞു, അപ്പച്ച, നമുക്ക് കുഞ്ഞിലെ കാണിച്ചു തന്ന പാലം വരെ ഒന്ന് പോകണം. പക്ഷെ അത് തകർന്നു കിടക്കുന്നത് പിതാവിൻ്റെ മനസ്സിൽ ഓടിയെത്തി. അത് അവനെ അറിയിച്ചില്ല. പിതാവ് പറഞ്ഞു, ആയിക്കോട്ടെ. പിതാവിന് മുൻപേ അവൻ ആ പാലത്തിലേക്ക് ഓടിക്കയറി തകർന്നു കിടക്കുന്ന ആ പാലത്തിൻ്റെ കാഴ്ച അവൻ മുന്നിൽ കണ്ടു. എങ്കിലും അവൻ ഓട്ടം തുടരുകയാണ്. പിതാവ് ഒന്ന് ചങ്കുപിടച്ചു. അവൻ എന്തെങ്കിലും സംഭവിക്കുമോ? പിതാവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് ഓടുകയാണ്. ധൈര്യം അവലംബിച്ചുകൊണ്ടുള്ള ആ ഓട്ടത്തിൽ പിതാവൊന്ന് മനസ്സിലാക്കി, അവൻ നാശമടയുവാനുള്ള ഓട്ടത്തിലേക്കല്ല, തന്നിൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ഓട്ടമാണ്. അതെ, ആ മകന് ധൈര്യമുണ്ടായിരുന്നു. തകർന്നു കിടക്കുന്ന ആ പാലത്തെക്കുറിച്ചുള്ള അറിവ് തനിക്ക് പിതാവ് നൽകിയില്ല എങ്കിൽ പോലും തൻ്റെ പിതാവ് തൻ്റെ പുറകെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് അവൻ യാത്ര തുടർന്നത്. ആ തകർന്നരിപ്പണമായ പാലത്തിന് അരികെത്തിയപ്പോൾ അവൻ നിലച്ചു. കാരണം പിതാവിൻ്റെ കരങ്ങൾ തൻ്റെ നേർക്ക് നീട്ടി വരുന്നത് അവൻ അറിഞ്ഞു. ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രൂപാന്തരീകരണ തിരുനാളിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ ഇതുതന്നെയാണ്, പാപത്തിമിരം ബാധിച്ച ജനതയെ തൻ്റെ ശാരീരിക സമർപ്പണത്താൽ നിത്യമായ കുരിശുമരണം കൊണ്ട് നേടിയെടുക്കാൻ, പിതാവിൻ്റെ മഹത്വത്തിൽ സകലരെയും പങ്കുചേർക്കാൻ വേണ്ടി ഈശോ പരിശ്രമിച്ചു. ആ മഹത്വ ദർശനം അവിടുത്തെ അരുമശിഷ്യരായ പത്രോസിനും യോഹന്നാനും യാക്കോബിനുമാണ് അവിടെ നൽകിയത്. മോശയുടെയും ഏലിയായുടെയും ആ സന്ദർശനം കൂടാര നിർമ്മിതിക്ക് വേണ്ടി അവർ കൊതിച്ചുവെങ്കിലും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചുള്ള സംഭാഷണമായിരുന്നു അവരുടേത്. അവിടുന്ന് പറയുന്നു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശുമരണം വരിച്ച് ഉദ്ധാനം ചെയ്യുന്നതുവരെ ഇതാരോടും പറയരുത്. ഇതാണ് മഹത്വം. ഈ മഹത്വ ദർശനത്തിന്, ഈ മഹത്വ പങ്കാളികളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.